നമസ്തേ ഡോക്ടറെ. നമസ്തേ. നമ്മൾ ഇന്ന് ഇവിടെ സ്വർണ്ണാമൃത പ്രാശനം നടത്തുകയാണല്ലോ. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ മരുന്നുകളാണ് അതിൽ ചേരുന്നത്? ഈ സ്വർണ്ണാമൃത പ്രാശനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആയുർവേദത്തിൽ തന്നെ കാശ്യപ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു 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 ഡിഫെൻസീവ് മെക്കാനിസം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക. അതായത് രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ സ്വർണ്ണാമൃത പ്രാശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് കുട്ടികളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക, രണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ഒരു ബാല്യാവസ്ഥയിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അപ്പം ബുദ്ധിവികാസത്തിനായിട്ടുള്ള മരുന്നുകൾ, അതിൽ തന്നെ നമ്മൾ നെയ്യ് ചേർത്തിട്ട് നെയ്യിലിട്ട് കാച്ചിയിട്ടാണ് നമ്മൾ ആ മരുന്ന് കൊടുക്കുക. അത് തേനൂടെ ചേർത്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒന്ന് നമുക്കതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറിലേക്ക് എല്ലാ സാധനങ്ങളും ശരീരം കയറ്റിവിടില്ല. അതായത് തലച്ചോറിലേക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് അത് ക്രോസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളെ ഭൂമിയിലുള്ളൂ എന്നാണ് പറയുക. അതിലൊന്ന് പശുവിൻ്റെ നെയ്യാണ്, രണ്ട് കൊളോയിഡൽ ഗോൾഡ്, അതായത് ശുദ്ധമായിട്ടുള്ള തങ്കം. അത് പ്യൂരിഫൈ ചെയ്തിട്ട്, ആയുർവേദത്തിൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് എഫിക്കസി ഉള്ള സാധനങ്ങളാണ് നമ്മൾ മരുന്ന് കൂടെ ഫോർട്ടിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് പീരിയോഡിക്കലായിട്ട് കൊടുക്കണം, ഒറ്റ ഡോസിൽ കൊടുക്കുകയല്ല. ഇപ്പം നമ്മൾ പോളിയോ വാക്സിൻസ് ആയാലും അല്ലെങ്കിൽ ഏത് പ്രതിരോധ വാക്സിൻസ് ആയാലും നമുക്കൊരു ബൂസ്റ്റർ ഡോസ് ഉണ്ട്. അപ്പോഴേ ശരീരം അതിനെതിരെയുള്ള ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന്, ഈ വക സാധനങ്ങൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കിടക്കുന്നതോടൊപ്പം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. രണ്ട്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന നെയ്യും തേനും ഉണ്ട്. സത്യത്തിൽ നെയ്യും തേനും സമമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ടോക്സിൻ ആണെന്നാണ് പറയുക. ടോക്സിൻ നമ്മൾ പറഞ്ഞാൽ വിഷം എന്നുള്ളതല്ല, ബട്ട് നമുക്കിപ്പം വാക്സിൻസ് ആയാലും അതിൻ്റേതായിട്ടുള്ള വൈറസ് ഇനാക്റ്റീവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴേ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാവുള്ളൂ. അതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഒരു ടോക്സിൻ അകത്തേക്ക് ചെല്ലുമ്പോഴേ ശരീരം അതിനെതിരെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റിൽ കുട്ടികൾക്കത് കൊടുക്കുന്നത് വളരെ ഫലവത്തായിട്ടുള്ളതാണ്. ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്? പൊതുവേ ആചാര്യം പറയുന്നത് 16 വയസ്സ് വരെ, അതായത് ബാല്യാവസ്ഥ വരെ, ജനിച്ച് ഒരാഴ്ച മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര നാളെ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല. സത്യത്തിൽ അത് ഒരു 21 തവണ നമ്മൾ, അതായത് എല്ലാ മാസവും അത് കൊടുക്കുക. അപ്പോൾ അത് രണ്ട് കൽപ്പനകളുണ്ട്. ഒന്ന്, പൂയം നക്ഷത്രത്തിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളതിൽ ചെയ്യുന്നത്, പൂയം നക്ഷത്രത്തിൽ നമ്മൾ മരുന്ന് ഉണ്ടാക്കുകയും അത് കൊടുക്കുന്നത് നമ്മൾ 4ാമത്തെ ഞായറാഴ്ച. അപ്പോൾ എല്ലാ 4ാമത്തെ ഞായറാഴ്ചയാകുമ്പോൾ അത് പ്രോപ്പർ ടൈമിങ്ങിൽ അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതിന് ഇപ്പം ആയുർവേദ മരുന്നാണെങ്കിൽ പോലും എന്തെങ്കിലും സൈഡ് ഇഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായ പഥ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിൽ സൈഡ് എഫക്റ്റ് പറയുമ്പം, ഇതിപ്പം നമ്മൾ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 11 കൊല്ലത്തിന് മേലെയായി. 11 കൊല്ലം എന്ന് പറയുമ്പം, അതായത് ഇത് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആ മോന് പ്രതിരോധശക്തി കിട്ടാനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർണാടകയിൽ ഇത് പണ്ട് മുതലേ കൊടുത്തു വരുന്നുണ്ട്. അപ്പം അന്ന് എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇത് കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ്. അപ്പം ഇതുണ്ടാക്കി അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കണു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 100ഓളം കുട്ടികൾ നമ്മളിത് മാസാമാസം കൊടുക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായതായിട്ട് അറിവില്ല. മാത്രമല്ല, ഇതിന് പഥ്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ മരുന്നിനുള്ള പഥ്യമല്ല. പക്ഷേ നമ്മൾ എന്തായാലും പറയും, അന്നത്തെ ദിവസം ഒരുപാട് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിന് അതിൻ്റേതായിട്ടുള്ള പണിയെടുക്കാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. ഇത് കഴിച്ചു ഉടനെ പോയി ആഹാരവും കഴിച്ചു, നോൺ വെജ് ഒരുപാട് കഴിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഒരു ഛർദിലുണ്ടായാലും, പക്ഷെ ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഈ മരുന്നിൻ്റെ ആണോ എന്നൊരു സംശയം ഉണ്ടാവാം. അപ്പം അങ്ങനൊരു സസ്പെക്റ്റായിട്ടും വേണ്ട, എന്നാൽ ഇത് ദഹിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും വേണ്ട എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നമ്മൾ നോൺ വെജ് വേണ്ട അന്നത്തെ ദിവസം, പിറ്റേ ദിവസം കഴിക്കാം, ദോഷമൊന്നുമില്ല. പിന്നെ അതിലുപരി ഈ വരുന്ന കുട്ടികൾക്ക് നമ്മൾ എങ്ങനൊരു ചിട്ട ഉണ്ടാവണം, മരുന്നിൻ്റെ എഫക്റ്റിനോടൊപ്പം തന്നെ ആ കുട്ടികൾക്കൊരു ചിട്ട ഉണ്ടാവണം, പേരൻസിനൊരു അവയർനെസ് ഉണ്ടാവണം, എന്താ ആഹാരം കൊടുക്കണം. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളൊരു 3 മാസം കൂടുമ്പം പേരൻസിനൊരു അവയർനെസ് കൊടുക്കും. കാരണം
നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും അത് അമൃതാണെങ്കിൽ പോലും നമ്മുടെ ദിനചര്യയും നമ്മുടെ ആഹാരവും നേരെ അല്ലെങ്കിൽ ഈ മരുന്നിനൊന്നും ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നിൽക്കണം. അപ്പം പഠനത്തിൽ പിന്നോക്കം, ശോധനയുടെ കാര്യത്തിൽ, കുട്ടികളുടെ ദിനചര്യ, എപ്പോൾ എഴുന്നേൽക്കുന്നു, എപ്പോൾ കിടക്കുന്നു, ഇതുമൊക്കെ ഒരു പ്രതിരോധ ശക്തിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്, മരുന്ന് മാത്രമല്ല. അപ്പം മരുന്നിന് അതിൻ്റെ ഒരു ബൂസ്റ്റിങ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ശരീരം തന്നെ. അപ്പോൾ നമ്മളൊരു 3 മാസം കൂടുമ്പോൾ ഈ പേരൻസിനെയൊക്കെ വിളിച്ച് അവർക്കുള്ളൊരു അവയർനെസ് കൊടുക്കുക, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ദഹനശക്തിയും ശോധനയും ഒക്കെ എല്ലാം മനസ്സിലാക്കിയ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷമാണോ ഇത് കൊടുക്കുന്നത് മരുന്ന്? ഇത് സത്യത്തിൽ ഒരു ഡോക്ടർ കണ്ട് നമ്മളിത് വിൽപ്പനയില്ല എന്ന് വെക്കാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഇതൊരു പ്രോഡക്റ്റായിട്ട് പോയി അവരെങ്ങനെയെങ്കിലും കഴിക്കുക എന്നുള്ളതല്ല. അതൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം വേണം. ആ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ട് എല്ലാവർക്കും ഒരേ ഡോസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു പനി വന്നു, അല്ലെങ്കിൽ ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡോസ് ഒന്ന് കുറയ്ക്കും. ആ ആൾക്ക് സ്ഥിരം കൊടുക്കുന്ന ഡോസ് ആവില്ല കൊടുക്കുക. എന്തായാലും നമ്മളൊരു വൈദ്യനെ കണ്ട്, നമ്മളിവിടെ ചെയ്യുന്നത് വൈദ്യനെ കണ്ട് ഒരു ഡോക്ടർ തന്നെയാണ് ഇത് കൊടുക്കുക, അല്ലാതെ ഇത് കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ. കാരണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി ശരിയാവണമെന്നില്ല. ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഡോസ് ഫിക്സ് ചെയ്യുക. അത് കൊടുക്കുമ്പം എന്തെങ്കിലും പഥ്യങ്ങൾ കൂടുതലായിട്ട് വേണ്ടതുണ്ടോ എന്നുള്ളതും കൂടെ അറിഞ്ഞു കൊടുക്കുന്നതാവും നന്നാവുക. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സേവനം നമുക്ക് ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടത്? ഇതിപ്പോൾ നമ്മളിതുണ്ടാക്കി കൊടുക്കുന്നത് ഒന്ന് തണ്ണീർമുഖത്ത് നമ്മുടെ ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ ചേർത്തലയിലെ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട്. അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നമുക്ക് സൈക്കോളജിസ്റ്റും സ്പീച്ച് തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും ഒക്യുപേഷൻ തെറാപ്പിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾക്കും കൂടി ഇതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ അടുത്തിടയ്ക്ക് അവിടെ, അപ്പോൾ 2ഇടത്തും ഈ 4ാമത്തെ ഞായറാഴ്ചയാവും കൊടുക്കുക. അത് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യും. ഇത് കൊടുത്തതിന് ശേഷം കുട്ടികൾക്ക് എത്രമാത്രം ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ട്, ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഇതെല്ലാം ഒന്ന് നോക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമസ്തേ. നമസ്തേ.